പാകിസ്ഥാനെ ഇനി വിശ്വസിക്കാനാവില്ല. ഇറാനിയൻ സൈനിക താവളങ്ങൾക്ക് പാകിസ്ഥാൻ താവളമൊരുക്കുന്നുണ്ടെങ്കിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ മറ്റൊരു രാജ്യം നോക്കുന്നതാണ് ഉചിതമെന്ന് അമേരിക്കൻ സെനറ്റർ ലിൻഡ്സേ ഗ്രഹാം. ഇറാനിയൻ സൈനിക വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമതാവളങ്ങളിൽ സംരക്ഷണം ഒരുക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ വിമർശനം. ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് തന്നെ പാകിസ്ഥാനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കൻ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇറാൻ തങ്ങളുടെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് CBS ന്യൂസ് റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് പുതിയ വിവാദങ്ങൾ ഉടലെടുത്തത്. ഇതോടെ മധ്യസ്ഥൻ എന്ന നിലയിലുള്ള പാകിസ്ഥാന്റെ പങ്കിനെതിരെ US സെനറ്റ് ഫോറിൻ റിലേഷൻസ് കമ്മിറ്റിയിലെ മുതിർന്ന അംഗവുമായ ലിൻഡ്സേ ഗ്രഹാം കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുകയായിരുന്നു. താൻ പാകിസ്ഥാനെ ഒട്ടും വിശ്വസിക്കുന്നില്ലെന്ന് സെനറ്റർ ഗ്രഹാം തുറന്നടിച്ചു. ഇറാനിയൻ സൈനിക വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ താവളമൊരുക്കുന്നുണ്ടെങ്കിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ മറ്റൊരു രാജ്യം നോക്കുന്നതാണ് ഉചിതമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയും ഇറാനുമുള്ള ചർച്ചകൾ എങ്ങും എത്താത്തതിൽ അത്ഭുതമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏപ്രിൽ ആദ്യം പ്രസിഡന്റ് ട്രംപ് ഇറാനുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിരവധി ഇറാനിയൻ സൈനിക വിമാനങ്ങൾ റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമസേന താവളങ്ങളിലേക്ക് അയച്ചതായി US ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു. അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളുടെ ആസ്തികളെ സംരക്ഷിക്കാനുള്ള ഇറാന്റെ ശ്രമമായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ ഇറാനിയൻ വിമാനങ്ങൾ രാജ്യത്തുണ്ടെന്ന് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ സമ്മതിച്ചില്ലെങ്കിലും CBS ന്യൂസിന്റെ റിപ്പോർട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് അവർ പറഞ്ഞു. ചർച്ചകളുമായി ബന്ധപ്പെട്ട നയതന്ത്ര ആവശ്യങ്ങൾക്കായാണ് വിമാനങ്ങൾ എത്തിയതെന്നും സൈനിക നീക്കങ്ങളുമായി ഇതിന് ബന്ധമില്ലെന്നുമാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാദം. അതേസമയം പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു യുദ്ധം സംഭവിച്ചാൽ ഇറാന്റെ വ്യോമസേനയെ പൂർണ്ണമായും തകർക്കാൻ അമേരിക്കയ്ക്ക് പദ്ധതിയുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് പാകിസ്ഥാൻ തന്റെ അയൽരാജ്യത്തിന് രഹസ്യ സഹായവുമായി രംഗത്തെത്തിയത്. സ്വന്തം രാജ്യത്തെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ അമേരിക്കയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുകയും അതേസമയം അമേരിക്ക ലക്ഷ്യം വെക്കുന്ന ഇറാന്റെ സൈനിക ആസ്തികൾക്ക് ഒളിത്താവളം ഒരുക്കുകയും ചെയ്യുന്നത് തികഞ്ഞ രാഷ്ട്രീയ വഞ്ചനയാണ്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എപ്പോഴും ഒരു കീറാമുട്ടിയാണ്. പാകിസ്ഥാൻ തന്നെ 2 തവണ തെരഞ്ഞെടുക്കപ്പെട്ട ട്രംപിനെ വഞ്ചിക്കുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നത്. ഒരു വശത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ട്രംപിനെ ശ്രദ്ധയോടെ കേൾക്കുന്നു, മറുവശത്ത് ട്രംപിന്റെ ശത്രുവായ ഇറാന് സൈനിക സഹായം നൽകുന്നു. ഇത് വെറും ഒരു സൈനിക സഹായമല്ല, മറിച്ച് അമേരിക്കയുടെ തന്ത്രപരമായ നീക്കങ്ങളെ പരാജയപ്പെടുത്താനുള്ള ശ്രമമാണ്. 2020-2024 കാലഘട്ടത്തിൽ പാകിസ്ഥാന്റെ ആയുധ ഇറക്കുമതിയുടെ 80% ചൈനയിൽ നിന്നുമായിരുന്നുവെന്ന് SIPRI ഡാറ്റ ഇതിനെ ചേർത്ത് വായിക്കണം. അമേരിക്ക നൽകുന്ന F-60 വിമാനങ്ങൾ കൈവശം വെച്ചുകൊണ്ട് തന്നെ റഷ്യൻ ചൈനീസ് താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പാകിസ്ഥാൻ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന് ഭീഷണിയാണ്. പാകിസ്ഥാന്റെ ഈ അവസരവാദം തിരിച്ചറിയുന്നതിൽ ട്രംപ് ഭരണകൂടം പരാജയപ്പെട്ടോ എന്ന സംശയവും ശക്തമാണ്. ഇറാന്റെ ഇന്റലിജൻസ് ശേഖരണ വകഭേദമായ വിമാനങ്ങൾ പാകിസ്ഥാന് നൽകുന്നത് മേഖലയിലെ ഇസ്രായേൽ വിരുദ്ധ നീക്കങ്ങൾക്കും കരുത്തേകിക്കാം. അമേരിക്കയുടെ സഖ്യകക്ഷിയെയും സ്വയം അവകാശപ്പെടുമ്പോഴും ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ നിൽക്കുന്ന ശക്തികളെ ശക്തിപ്പെടുത്താനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഇത് ദക്ഷിണേഷ്യയിലെയും പശ്ചിമേഷ്യയിലെയും സുരക്ഷാ സമവാക്യങ്ങളെ പാടെ തകിടം മറിക്കുകയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.